എല്ലാവർക്കും നമസ്കാരം. ഞാൻ മലയാളത്തിൽ ഒരു 5 മിനിറ്റ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് ഈ സദസ്സ് കാണുമ്പോൾ, വേദിയും സദസ്സും കാണുമ്പോൾ വളരെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിങ്ങനെ രാവിലെ മുതൽ ഈ നിമിഷം വരെ ഈ വേദിയിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ ഒരു സംഗതിയാണ് നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ജന്മം കൊണ്ട് ഞാൻ ബദിയടുക്കക്കാരനല്ലെങ്കിലും കർമ്മം കൊണ്ട് ബദിയടുക്കയിലെ നിങ്ങളെ കൂട്ടത്തിലെ ഒരു പ്രവർത്തകനാണ് ഞാൻ ബദിയടുക്കക്കാരൻ എന്ന നിലയിൽ അഭിമാനിക്കുകയാണ്. ഈ നിമിഷത്തെ ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണ്. അവിടെ സദസ്സിലിരിക്കുന്ന, നേരത്തെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത മടിക്കേരിയിൽ നിന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ വന്ന ശ്രീ സുരാജ്, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്: ഈ ബദിയടുക്ക ഒരു കലാ കേന്ദ്രമാണ്, സാംസ്കാരിക കേന്ദ്രമാണ്. നിങ്ങൾ എവിടെയും നോക്കണ്ട, ഈ വേദി തന്നെ നോക്കിയാൽ മതി, വേദിക്ക് താഴെ നോക്കിയാൽ മതി. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ ശിവശങ്കർ നഖ്രാസ്, ഞാൻ അദ്ദേഹത്തെ പത്രത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടും കേട്ടും പരിചയമുള്ള ഒരാളാണ്. സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുന്നത്. അപ്പൊ വേദിയുടെ തുടക്കം അധ്യക്ഷൻ തന്നെ കാരുണ്യത്തിന്റെ മുഖമാണ്. അദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത ഈ അടുത്തുള്ള പെർണ ക്ഷേത്രത്തിന്റെ അവിടെ സമൂഹ വിവാഹം നടക്കാറുണ്ട്. ആ സമൂഹ വിവാഹത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങോട്ട് ഓരോ ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ, ഇവിടെ നേരത്തെ നമ്മുടെ ബദിയടുക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഓർമ്മ, സാഹിത്യരംഗത്ത് സാഹിത്യത്തിന്റെ കുലപതിയായ കയ്യാർ കിഞ്ഞണ്ണറിയെ സ്മരിക്കാതെ ബദിയടുക്കയിൽ ഒരു സാഹിത്യ പരിപാടിക്ക് കടന്നു പോകാൻ കഴിയില്ല. തൊട്ടടുത്ത് അങ്ങോട്ട് പോയാൽ നീർച്ചാലിലെ കണ്ടിക ശാമ്പട്ടിനെ ഓർക്കാതെ നമ്മുടെ സാംസ്കാരിക പൈതൃകം നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കുറച്ചങ്ങോട്ട് പോയാൽ കിളിങ്കാറിലെ കൊടികൈതാനി, നമ്മിൽ നിന്നും വിടവറഞ്ഞു പോയ സായിറാം ഗോപാലകൃഷ്ണഭട്ടിനെ മറക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഈ ഒരു കലാക്ഷേത്രം, ഞാൻ ഇവിടേക്ക് വരികയാണ്. നമ്മുടെ നാട് എത്ര മനോഹരമാണ്. നമ്മൾ തൊട്ടടുത്ത കർണാടക സംസ്ഥാനത്തെ തൊട്ടുരുമ്മി കർണാടകയിലെയും കേരളത്തിലെയും ജനങ്ങൾ സൗഹൃദം പങ്കിട്ടും കലയും സംസ്കാരവും സാഹിത്യവും വിദ്യാഭ്യാസവും ആത്മീയതയും, ആത്മീയ നേതാക്കൾ ഇവിടെയുണ്ട്. ഉപാധ്യായ നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ അഭിമാനമാണ്. ഒരുപാട് കൊടുകൈതാനിയായ ഗോപാലകൃഷ്ണഭട്ട് ഇവിടെയുണ്ട്. മലയാളത്തിലും തുളുവിലും കന്നഡയിലും സംസാരിക്കാൻ കഴിയുന്ന ആയിഷ എന്ന് പറയുന്ന സഹോദരി ഇവിടെയുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ഷെട്ടി ഇവിടെ നമ്മുടെ വേദിയിൽ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും മനുഷ്യ സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളാണ്. അപ്പൊ ഞാനിവിടെ ജയറാം പാട്ടാളി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ 50ാം ജന്മദിനം ആഘോഷിക്കുന്ന, സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ വന്ന് സംസാരിക്കുമ്പോ, ആരാണ് ജയറാം പാട്ടാളി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മുള്ളേരിയിലെ ഒരു പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അവിടെയും ജയറാം പാട്ടാളി ഉണ്ടായിരുന്നു. അവിടെ ജയറാം പാട്ടാളി വന്നത് യക്ഷഗാനത്തിന്റെ കല അവതരിപ്പിക്കാനല്ല ജയറാം പാട്ടാളി അവിടെ വന്നത്. ജയറാം പാട്ടാളി അവിടെ വന്നത് നമ്മുടെ ജീവിതത്തിൽ അന്യപ്പെട്ടു പോകുന്ന, ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം എന്ന വിഷത്തെ പേറി നടക്കുന്ന നിരവധി മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി, ഒരുപാട് മനുഷ്യരെ വഴിതെറ്റിപ്പോകുന്ന മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി ധർമ്മസ്ഥല സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മദ്യവർജന ശിബിരത്തിൽ അതിന് നേതൃത്വം കൊടുക്കാനാണ് ജയറാം പാട്ടാളി മുള്ളേരിയിൽ വന്നത്. ആ ജയറാം പാട്ടാളിയോട് ഞാൻ ചോദിച്ചു,
നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, ഇവിടെ നേതൃത്വം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു മനുഷ്യനാകാൻ വേണ്ടി ഒരുപാട് പ്രയത്നം നടത്തി. ആ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയ ഏറ്റവും നല്ല ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് ഈ മദ്യവർജന ശിബിരത്തിൽ നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്ന ആ മനുഷ്യത്വപരമായ പ്രവർത്തനം. ആ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ജയറാം പാട്ടാളി അവിടെ വന്നത്. എന്റെ സുഹൃത്ത് അഖിലേഷ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇദ്ദേഹം ഇവിടെ എല്ലാവരും പറഞ്ഞു നമ്മുടെ നാടിന്റെ ഒരു കൾച്ചർ, എല്ലാവരുടെ പറഞ്ഞില്ലേ, കുമ്പളയിലെ പാർത്ഥസുബയ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനാണ് ഇതിന്റെ പിതാവ്. എത്ര സൗന്ദര്യമുള്ള ഒരു നാടാണ് കുമ്പള, എത്ര സൗന്ദര്യമുള്ള ഒരു നാടിന്റെ പേരാണ് ബദിയെടുക്ക. ബദിയെടുക്ക എന്ന് പറയുമ്പോൾ തന്നെ ബദിയെടുക്ക, ബദി ദൈവത്തിന്റെ നാട്. ഇവിടെ ഗോപാലകൃഷ്ണ കുളാലി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടി ഓർക്കാൻ കഴിയുന്ന ഒരു നിമിഷം, ബദിയെടുക്ക എന്ന് പറയുന്ന ഈ നാടിനെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് തുളുവരായന എന്ന് പറയുന്ന തുളുനാടൻ മഹോത്സവമാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളായ ഗോപാലകൃഷ്ണ കുളാലിനോടും അഖിലേഷിനോടും ഈ സംഘാടക സമിതിയിലെ അംഗങ്ങളായ അശ്വിനി സർലായോടും അതുപോലെ തന്നെ മുകുന്ദരാജനോടും അടക്കമുള്ള ചെറുപ്പക്കാരോടും ഇതിന്റെ സംഘാടകരോടും ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരോടും ആത്മീയ നേതാക്കന്മാരോടും ഞാൻ പറയുന്നു, ബദിയെടുക്ക എന്ന് പറയുന്ന ഈ മനോഹരമായ നാടിനെ നമ്മൾ വളർത്തിയെടുത്തതുപോലെ 2025 ഈ നാടിന്റെ സാംസ്കാരിക ഐക്യം വിളിച്ചോതാൻ ഒരു തുളുനാടൻ മഹോത്സവം ഈ നാടിന്റെ മഹോത്സവമായി നടത്താൻ നമ്മൾ എല്ലാവരും ചേർന്ന് മുന്നോട്ട് വരണം എന്നുള്ള ഒരു ആവശ്യം ഈ സമ്മേളനത്തിൽ ഞാൻ ഉന്നയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഞങ്ങൾ അന്ന് തുളുനാടൻ മഹോത്സവം നടന്ന വേളയിൽ കർണാടകയിലെ വിവിധ അമ്പലങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ അവസരം കിട്ടി, ധർമ്മസ്ഥലയിൽ പോകാൻ അവസരം കിട്ടി, ഉള്ളാളയിൽ പോകാൻ അവസരം കിട്ടി. അവിടെയുള്ള സംസ്കാരങ്ങളെയും അവരുള്ള മനുഷ്യരെയും ഒരുമിച്ച് നിന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സന്തോഷം നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. ആ ഒരു സന്തോഷമാണ് ബദിയെടുക്കയുടെ. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി സംസാരിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ, ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ. സമാധാനത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, സഹോദരത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നു. അത് തന്നെയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്ദേശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജയറാം പാട്ടാളി ഇവിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമായ ബദിയെടുക്ക പെരടാല കൊറഗ കോളനിയിലെ ആ കുട്ടികൾക്ക്, അവിടുത്തെ ആളുകൾക്ക് ജയറാം പാട്ടാളി എന്ന് പറയുന്ന ഈ കലാകാരൻ അവിടുത്തെ കുട്ടികൾക്കും യക്ഷഗാനം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന അഭിമാനമാണ് ഇവിടെ പറയാനുള്ളത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പിന്നോക്ക പ്രദേശം എന്ന് പറയുന്ന പെരടാല കോളനിയിലെ അവിടുത്തെ ആളുകൾക്ക് യക്ഷഗാനം എന്ന് പറയുന്ന സാഹിത്യത്തിന്റെയും കലയുടെയും ആത്മീയതയുടെയും ദൈവാരാധനയുടെയും കലയായ യക്ഷഗാനം പഠിപ്പിച്ച് അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ജയറാം പാട്ടാളിക്ക് ഇന്ന് ഇവിടെ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.